ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിനൽ വാല്യുവേഷൻ 2019 നമ്മളുടെ കോർഡിനേറ്റ് ജോമെട്രി അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ 2019 കോർഡിനേറ്റ് ജോമെട്രി എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം, four statements are given below. Two of them are true. Which are they? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടെണ്ണം ശരിയാണ്. അവ ഏതെല്ലാമാണ്? 05 05 എല്ലാം 05 ആണ്. അപ്പോൾ ഞാൻ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനും വേണ്ടിയിട്ട് ജസ്റ്റ് കോർഡിനേറ്റ് ആക്സിസ് ഒന്ന് ഇങ്ങനെ റഫായിട്ടൊന്ന് വരച്ചിട്ട് 05 എവിടെ വരുന്നതെന്നല്ല, എക്സിൽ 0 അത് ഇവിടെ അല്ലേ, വൈയിൽ 5, അപ്പോൾ ഇവിടെയാണ് ഈ 05 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, എക്സ് ആക്സിലല്ല ഇത് വരുന്നത്, വൈ ആക്സിലാണ്. കാരണം എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. ഓക്കെ, അപ്പോൾ 05 ഈസ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. അത് എക്സ് ആക്സിസിലാണോ? അല്ല. ഇനി 05 ഈസ് എ പോയിന്റ് ഓൺ വൈ ആക്സിസ്. അതെ. ഇനി ഡിസ്റ്റൻസ് ഫ്രം 05 ടു ദ എക്സ് ആക്സിസ് ഈസ് 5. 05 എന്ന ബിന്ദുവിൽ നിന്നും എക്സ് അക്ഷത്തിലേക്കുള്ള അകലം ഇതല്ലേ 05. ഇവിടുന്ന് എക്സ് ആക്സിസിലേക്കുള്ള അകലം അതല്ലേ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5. അപ്പോൾ ശരിയാണ്. ഇനി 05 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വൈ ആക്സിസിൽ ഒരു പോയിന്റ് എന്ന് പിന്നെ വൈ ആക്സിസൊക്കെ 5 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അത് തെറ്റ്. രണ്ടാമത്തെ ചോദ്യം, വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് മാർക്ക് ദ പെയർ ഓഫ് പോയിന്റ്സ് 3 5 7 8 ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം പൊസിഷൻ കറക്റ്റ്ലി. അക്ഷങ്ങൾ വരക്കാതെ 3 5 7 8 എന്നീ ബിന്ദുക്കൾ ഇടത് വലത് മേൽക്ക് ഈ സ്ഥാനങ്ങൾ ശരിയായി അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു, നോക്കിക്കോട്ടോ. ഇനി ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയ സംഖ്യയും റൈറ്റ് സൈഡിൽ വലിയ സംഖ്യയും. ഇങ്ങോട്ട് പോകുമ്പോൾ വലത്തോട്ട് പോകുമ്പോൾ സംഖ്യ കൂടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സ് 3 7, ഇതിലേതാ ചെറുത്? 3 ആണ്. അപ്പോൾ ഞാൻ എക്സ് ആക്സിസ് ആദ്യം എഴുതാൻ പോകട്ടോ, 3 7. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3 7. ഇനി ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കിടക്കുന്നതാണ് വൈ ആക്സിസ്. അത് ഏതൊക്കെയാ? 5 8. അതിൽ ചെറുത് താഴല്ലേ വരിക. അപ്പോൾ ഇവിടെ 5, ഇവിടെ 8, 5 8. ഓക്കെ, അപ്പോൾ ഇടത് കൈയിലെ നോക്കിയാൽ 3 5 ദാ 7 8 ഓപ്പോസിറ്റ് ആയില്ലേ. ഓക്കെ, ഇനി 2 ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ റെക്ടാംഗിൾ ആർ 3 5 7 8. അത് തന്നെയാണ് ഇത്. സൈഡ് ഓഫ് റെക്ടാംഗിൾ ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. ഇത് കോർഡിനേറ്റ് ആക്സിന് പാരലാണ്. റൈറ്റ് കോർഡിനേറ്റ് ഓഫ് അതർ 2 വെർട്ടിസസ്. മറ്റു 2 മൂലകൾ ഏതൊക്കെയാ? 3 8 7 5. ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. കണ്ടോ, താഴ്ക്കീഴ്മേലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. അതിൻ്റെ ആൻസർ 3 8 7 5 നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റത്തേൻ്റെ ആൻസർ ഈ 2 പോയിന്റുകൾ മാത്രം മതി. കംപ്ലീറ്റ് ചെയ്തിരുന്നത് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തേൻ്റെ ആൻസർ അതിൽ തന്നെ പെട്ടു. എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദിസ് പോയിന്റ് 3 0 8 0 11 4 6 4. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഓരോ സൈഡിൻ്റെയും ലെങ്ത് കാണണം, ഓരോ വശത്തിൻ്റെയും നീളം കാണണം. ഇതിന് യോജിച്ച് ഒരു പേരും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കാം. ഇനി ഓരോ സൈഡ് കാണാൻ പോവാണ് ഞാൻ കേട്ടോ. ആദ്യം AB കണ്ടു. AB കണ്ടപ്പോൾ നോക്കിയാണ് വൈ കോർഡിനേറ്റ് സെയിം ആണ്. ഇവിടത്തെയും വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 8 - 3 മോഡ് പറയുന്നത് നെഗറ്റീവ് കളയാനാണ് കേട്ടോ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ 8 - 3 പോയാൽ 5 ആണ്. അപ്പോൾ AB 5. ഇനി BC കാണണം. BC കാണാൻ എക്സും സെയിം അല്ല, വൈയും സെയിം അല്ല. അപ്പോൾ നമ്മളുടെ നോർമൽ ഇക്വേഷൻ x1 - x2 2 + y1 - y2 2. 11 - 8 x1 - x2. ഇനി 4 - 0 11 8 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. 4 0 പോയാലോ 4 ഉണ്ടാവും. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. 9ക്ക് 16 കൂട്ടിയാൽ 25. അപ്പോൾ √25 5. ഓക്കെ, അടുത്തത് CD കാണാൻ പോവാണ്.
ഓക്കെ, സി ഡി കാണുമ്പോൾ നോക്കി ഇവിടെ വൈ കോർഡിനേറ്റ് 4, ഇവിടത്തെയും വൈ കോർഡിനേറ്റ് 4. അപ്പോൾ വൈ കോർഡിനേറ്റ് സെയിം അല്ലേ? വൈ സെയിം ആണെന്നുണ്ടെങ്കിൽ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അപ്പോൾ 11 - 6, 11 6 പോയാൽ 5. അപ്പോൾ സി ഡിയും 5. ഇനി ഡി എ കാണണം. അതിന് നമ്മളുടെ നോർമൽ ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്തു. x1 - x2 6 - 3 4 - 0. ഓക്കെ, 6 3 പോയാൽ 3 കിട്ടും, 4 0 പോയാൽ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 25 5. അപ്പോൾ എല്ലാ സൈഡും 5 എന്ന് കിട്ടി. എല്ലാ സൈഡും 5ആണ്. എല്ലാ സൈഡും ഈക്വൽ ആയാൽ അതിന് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അത് റോംബസ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതെന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ എ ബിയും ബി സിയും സി ഡിയും ഡി ഒക്കെ ഈക്വൽ ആണ്, എല്ലാം ഈക്വൽ ആണ് അല്ലേ? ഇനി എ ബി ഓൺ എക്സ് ആക്സ്, ഡി സി പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, ഡി എ ബി സി ആർ നോട്ട് പാരലൽ ടു വൈ ആക്സിസ്. നോക്കിയാൽ മക്കളെ ഒരു കാര്യം കേട്ടോ, നമ്മളിവിടെ രണ്ട് രീതിയിലാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള രീതിയാണ്. അതായത് ഇത് ഒന്നെങ്കിൽ ഇപ്പം 4 സൈഡും ഈക്വൽ ആണെന്ന് കരുതിയാണ്ട് ഇതിന് ഒറ്റയടിക്ക് സ്ക്വയർ എന്ന് പറയാൻ പാടില്ല. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള റോംബസ് ആണ് കണ്ടോ. 4 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന വേറൊരു ചിത്രമാണ് റോംബസ്, സമഭുജ സാമാന്തരികം. അപ്പോൾ ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ. നിങ്ങൾ ഡയഗണൽ കാണുക, എ സിയുടെ നീളം കാണുക. ഓക്കെ, എ സിയും ഡി ബിയും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ അതെന്താണ്, റോംബസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടല്ല കിട്ടുക, അപ്പോൾ അത് റോംബസ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറയുന്നത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നോക്കിയാൽ എ ബി എക്സ് ആക്സിസിലാണ്, കാരണം വൈ കോർഡിനേറ്റ് 0 ആണ്. എ ബിക്ക് പാരലലാണ് ഡി സി, കാരണം ഇവിടെയും വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ലൈനാണ്. പക്ഷെ ഇവർ രണ്ടുപേരും പാരലൽ അല്ല എന്ന് പറയാൻ പറ്റില്ല, വൈ ആക്സിസിന് പാരലൽ അല്ല. അപ്പോൾ നമ്മളുടെ ഈ ചിത്രം കിടക്കുന്നത് എങ്ങനെയാണ്? എ ബി എക്സ് ആക്സിസിന് പാരലലാണ്, കാരണം എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. ഡി സി എക്സ് ആക്സിസിന് പാരലലാണ്. ഓക്കെ, പക്ഷെ ഈ 2 ലൈൻസുകൾ എക്സ് ആക്സിസിന് പാരലൽ അല്ല. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിലല്ലേ അത് 90 ഡിഗ്രിയിൽ പോവുക, അപ്പോഴല്ലേ അതിന് സ്ക്വയർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയാൽ എക്സ് ആക്സിസിന് വൈ ആക്സിസിന് പാരലൽ അല്ല. വൈ ആക്സിസിന് പാരലൽ ആണെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതൊന്നും ഇങ്ങനെ ചെരിഞ്ഞാണ് പോവുക. 3 6 8 11 കണ്ടോ, ഇതിങ്ങനെ നീണ്ടും വരും. അപ്പോൾ ചെരിഞ്ഞു പോകുന്നതുകൊണ്ട് റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും പാരലൽ ആയിരിക്കും, അതായത് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 90 ഡിഗ്രി ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാം? സമഭുജ സാമാന്തരിക എന്ന് പറയാം. മനസ്സിലായല്ലോ? ഒന്നുകൂടെ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിന് പാരലാണ്, പക്ഷെ ഇത് രണ്ടും വൈ ആക്സിന് പാരലൽ അല്ല, അപ്പോൾ ചെരിഞ്ഞാണ് കിടക്കുക. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് ഒരു സൈഡ് മാത്രം ചെരിഞ്ഞ് കിടക്കുക, 2 സൈഡുകൾ മാത്രം ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? റോംബസ് ആണ്, സമഭുജ സാമാന്തരികമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സമഭുജ സാമാന്തരിക ആണോ അതോ സ്ക്വയർ ആണോ സമചതുരാണോ എന്ന് പറയാൻ കേട്ടോ. അടുത്ത ചോദ്യം, ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്. കറക്റ്റ് കോർഡിനേറ്റ് ആക്സിസ് വരക്കണുണ്ടോ മക്കളെ? ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ആക്സിസ് വരക്കണം. എന്നിട്ട് ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. എങ്ങനെയാ? ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് എക്സിൽ 6 വൈയിൽ 2 അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. പിന്നെ എക്സിൽ 2 വൈയിൽ 6 കുറച്ച് മുകളിലായിട്ട് വരും, വേറെ പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി മാർക്ക് ചെയ്തു, അതാണ് ഈ 6 2 2 6 കേട്ടോ. ഇനി റൈറ്റ് ഡ്രോ ദ സ്ക്വയർ ഹൂസ് ഡയഗണൽ എ ബി ഡയഗണലായിട്ടൊരു സ്ക്വയർ വരക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടുന്ന് സമാന്തരമായിട്ട് എക്സ് ആക്സിന് പാരലായിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വരക്കുക, ഇവിടുന്ന് വൈ ആക്സിന് പാരലായിട്ടും വരക്കുക, ഇവിടുന്ന് വൈ ആക്സിന് പാരലായിട്ട് വരക്കുക, ഇവിടുന്ന് എക്സ് ആക്സിന് പാരലായിട്ട് വരക്കുക. അപ്പം നമുക്ക് സ്ക്വയർ കിട്ടും. ഇനി ആദ്യത്തെ കോർഡിനേറ്റ് ഓഫ് അതർ 2 വെർട്ടെക്സ്, അതും സിമ്പിളാണ്, അതും ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് 2 ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ വൈ ഇങ്ങനെ നോക്കുക, ഈ ലൈനിലുള്ള വൈകളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ വൈ എത്രയാ? 2. ഇവിടെ എക്സ് എത്രയാ? 6. വൈ എത്രയാ? 6. അപ്പോൾ 6 6. ഇത്രയും ചോദ്യങ്ങളാണ് 2019 കോർഡിനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.